ചില ക്യാൻസറുകൾക്ക് ഇൻഫെക്ഷനുകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാ ക്യാൻസറുകളും നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാത്രമല്ല വരുന്നത്. ചില ഇൻഫെക്ഷനുകൾ നീണ്ടു നിന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറുകൾ ഉണ്ടാക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാണ് HPV വൈറസ്. നമ്മൾ HPV വൈറൽ ഇൻഫെക്ഷനുകളുണ്ട്. സാധാരണ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ജെനൈറ്റൽ വാർഡ്സോ ഇല്ലെങ്കിൽ ജെനൈറ്റൽ ഏരിയയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന വൈറസാണ് HPV വൈറസ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ടൈപ്പ് വൈറസുകളും HPVയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. എല്ലാ ടൈപ്പും റിസ്കി അല്ല, പക്ഷേ ചില സ്ട്രെയിനുകളിൽ വരുന്ന ഇൻഫെക്ഷനുകൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആനൽ ക്യാൻസറോ ഇല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, പെനൈൽ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാം, വജൈനൽ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C തുടങ്ങിയ ഇൻഫെക്ഷനുകൾ ഉണ്ടാക്കുന്ന വൈറസുകൾ. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് C, B ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ ബ്ലഡ് വഴി പടരും, അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ വഴിയിട്ടൊക്കെ അത് പടരാം. അപ്പം ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാലും അതിന് ക്യാൻസർ റിസ്ക് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാധാരണ എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് H. പൈലോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയറിൽ വരുന്ന ഇൻഫെക്ഷൻ. ഈ H. പൈലോറി ഇൻഫെക്ഷനുകളിലും ഈ പറഞ്ഞ പോലെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിന് ക്യാൻസർ റിസ്ക് കൂടുതലാണ്. സ്റ്റൊമക്കിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ക്യാൻസറുകളും നമ്മുടെ പാരമ്പര്യം കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതശൈലി കൊണ്ടിട്ടോ മാത്രമല്ല വരുന്നത്. ഇതുപോലുള്ള ഇൻഫെക്ഷനുകൾ കൊണ്ടും ക്യാൻസർ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ ഞാൻ ഈ പറഞ്ഞ വൈറസുകൾക്കും ഈ H. പൈലോറിക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് കണ്ടിന്യൂസ്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ മാനേജ് ചെയ്യാൻ സാധിക്കും.